പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും മൂല്യമുള്ളതാണ് നമ്മുടെ കണ്ണ്, നമ്മുടെ കാഴ്ച. എന്നാൽ 3 തരത്തിലുള്ള കണ്ണുകളുണ്ട്. കണ്ണുകൾ പലതരത്തിലുണ്ട്. 3 തരത്തിലുള്ള കണ്ണുകൾ ഒരു കാരണവശാലും അവർ ഈ ലോകത്തും പരലോകത്തും പരാജയപ്പെടില്ല. ഇവിടെയും അവിടെയും അവർക്ക് സൗഭാഗ്യങ്ങളുണ്ടാവും, വലിയ വിജയം ഉണ്ടാവും. ഏതാ 3 കണ്ണുകൾ? ഏത് തരത്തിലുള്ള കണ്ണുകളാണ് ആ കണ്ണുകൾ എന്നറിയണ്ടേ? നമുക്ക് പരിശോധിക്കാം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. എല്ലാവിധ ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം, പ്രത്യേകിച്ച് അൻവാർ ഫഹദിൻ്റെ കുടുംബം, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽമ നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു, വേണ്ടപ്പെട്ടവർക്കെല്ലാം അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ഖബർ റാഹത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഇഷ്ടത്തോടെയും വലിയ റാഹത്തോടുകൂടെയും കാണുന്ന അള്ളാഹുവിൻ്റെ നിഅമത്താണ് നമ്മുടെ ഐനാൻ, 2 കണ്ണുകൾ ആണല്ലോ. ഈ 2 കണ്ണുകൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുപാട് മൂല്യം കിട്ടുന്ന അമലുകൾ ഒരു മുടക്കൂലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ നോക്കി നിന്നാൽ കൂലി കിട്ടുന്ന, വെറുതെ ഇങ്ങനെ നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂലി നൽകുന്ന ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും. ഇപ്പോൾ മാതാപിതാക്കളുടെ, ഉമ്മാടെ വാപ്പാടെ മുഖത്തേക്ക് ചുമ്മാ നോക്കി ഭയങ്കര പുണ്യമാണ്. ഭാര്യയുടെ മുഖത്തേക്ക്, ഭർത്താവിൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ അവർ പരസ്പരം നോക്കിയാൽ അതും വലിയ പുണ്യമാണ്. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പുണ്യമാണ്. ഇതൊക്കെ പുണ്യമാണ്. മക്കളുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കുക, അല്ലേ? അതിലൊക്കെ പുണ്യമുണ്ട്. നോട്ടത്തിന് വലിയ പുണ്യമാണ്. അപ്പോൾ കണ്ണുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് വല്ലാത്ത പുണ്യം കിട്ടും എന്ന് പറയും പോലെ തന്നെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടുകൂടെ ചെയ്യുന്ന പല തെറ്റുകൾക്കും പല തിന്മകൾക്കും പ്രിയപ്പെട്ടവരെ വലിയ വലിയ അപകടങ്ങൾ അതിൻ്റെ കാരണമായി നമുക്ക് സംഭവിച്ചു. ആഖിറത്തിൽ വലിയ നഷ്ടങ്ങളുണ്ടാവും. ഇവിടെ 3 പേരെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് അവരുടെ കണ്ണുകൾ കൊണ്ട് ആഖിറത്തിൽ വലിയ ലാഭമുണ്ടാകും, വലിയ ലാഭമുണ്ടാകും. ചുമ്മാ ലാഭമല്ല. സലാസത്തുൻ ലാ തറാ അഅ്യുനുഹുമുൻ നാർ. അവരുടെ കണ്ണുകൾ കൊണ്ട് അവർക്ക് നരകം കാണേണ്ടി വരില്ല. എല്ലാ കണ്ണുകളും നരകം കണ്ടിട്ടൊന്ന് ബേജാറാകുന്ന സന്ദർഭമുണ്ട്. ആ ഒരു അവസ്ഥ ഉണ്ടാകില്ല. 3 കണ്ണുകൾ ഒരിക്കലും നരകം കാണൂല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഏതാ 3 കണ്ണുകൾ? അവർ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള കണ്ണുകളുള്ളവരാണ്. അവരുടെ കണ്ണുകളാണ് യഥാർത്ഥത്തിൽ ഭാഗ്യമുള്ള കണ്ണുകൾ. ഇപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ശൈലി പറയും. ചില ആളുകളുടെ നല്ല ഉണ്ട ഒരു രീതിയായിരിക്കും, ഉണ്ട കണ്ണ് നമ്മൾ പറയും. ചില ആളുകളുടെ നീളമുള്ള കണ്ണായിരിക്കും, നല്ല നീണ്ട ഒരു ശൈലിയായിരിക്കും ഉണ്ടാവുക. ചില ആളുകളുടെ ചെറിയ കണ്ണാവും, ചില ആളുകൾ വലിയ കണ്ണാകും. യഥാർത്ഥത്തിൽ ഏത് കണ്ണാണ് ഭാഗ്യവാന്മാർ? ഭാഗ്യവതികളുടെ കണ്ണ് എങ്ങനെയായിരിക്കും എന്നറിയോ? ഇങ്ങനെയായിരിക്കും. എങ്ങനെയാ? സലാസത്തുൻ. അത് 3 വിഭാഗം ആളുകളുടെ ശൈലി, 3 രീതിയിലായിരിക്കും അവരുടെ കണ്ണുകൾ. അങ്ങനെ കണ്ണുകളുള്ളവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു കൊടുക്കും. എന്നിട്ട് പറയുന്നത് 3 കണ്ണുകൾ നരകം കാണൂല എന്നാണ്. ഏതാ 3 കണ്ണുകൾ? ഐനുൻ ഹറസത്ത് ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ. ഇപ്പോൾ ശത്രുക്കൾ ആക്രമിക്കാൻ വരാതിരിക്കാൻ വേണ്ടി അതിന് പ്രത്യേകമായ ശ്രദ്ധയും കാവലും ഉറക്കമൊഴിക്കേണ്ടി വരും. അള്ളാഹിൻ്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണും നട്ടിരിക്കേണ്ടി വരും. സാധാരണ പോലെ ഉറങ്ങാൻ പറ്റില്ല, ശ്രദ്ധ പോകാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി കാവലിരിക്കുന്ന കണ്ണുകൾ, ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ, തുറന്നിരിക്കുന്ന കണ്ണുകൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അവർക്ക് നരകം കാണേണ്ടി വരില്ല. ആ കണ്ണുകൾ ഏറ്റവും റേഞ്ച് കൂടിയ കണ്ണുകളാണ്. നീ കേട്ടോളൂ. വഅൈനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്. രണ്ടാമത്തേത് ഏതാണെന്നറിയോ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ. അള്ളാഹിനെ ഓർത്തുകൊണ്ട് കരയാന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ പടച്ചോനെ, നീ ഇത്രയും നിഅമത്തുകൾ ഞങ്ങൾക്ക് ചെയ്തിട്ട്, നീ ഇത്ര വലിയ റഹ്മാനും റഹീമുമായി കരുണ ചെയ്തിട്ട്, ഞങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ട് ഞങ്ങൾ നന്ദി കേടാണല്ല അള്ളാഹ് കാണിക്കുന്നത്. നീ എത്ര റഹ്മാനാണ്, നീ എത്ര റഹീമാണ്, നീ എത്ര കാരുണ്യവാനാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അറിയാതെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും.
കണ്ണ് നിറഞ്ഞു പോകും. പിന്നെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അള്ളാഹുവേ, നീ ഒരുപാട് ശിക്ഷകൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ള തെറ്റുകൾ എമ്പാടും ചെയ്തവരാണ് ഞങ്ങൾ. ആ ശിക്ഷയൊക്കെ ഏറ്റുവാങ്ങാൻ, നിൻ്റെ ദേഷ്യം ഏറ്റുവാങ്ങാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല അല്ലാ. ഞങ്ങൾക്കതിന് ഭയപ്പാടാണ്. ആ ഭയപ്പാടോടുകൂടെ നമ്മളിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു പോകും, കരഞ്ഞു പോകും. ആ കണ്ണുകൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു കണ്ണ് കരഞ്ഞു പോയാൽ ഒരിക്കലും അവർക്ക് നരകം കാണേണ്ടി വരില്ല. അത് ഏറ്റവും ഉയർന്ന റേഞ്ചിലുള്ള കണ്ണാണ്. ഈ കണ്ണുള്ള ആളുകൾക്കും ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ദുനിയാവിലും ആഖിറത്തിലുണ്ടാവും. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിൻ്റെ നനവ് നമ്മുടെ കൺപീലികളിൽ ആകുമ്പോൾ ആ കൺപീലികൾ നാളെ ശഫാഅത്ത് ചെയ്യുമെന്നെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബുകൾ പരിശോധിച്ചാൽ കാണാം. അത്ര വലിയ സൗഭാഗ്യമാണ്. അള്ളാഹിനെ ഓർത്തുകൊണ്ട് ആലോചിച്ചുകൊണ്ട്, അതിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും സ്നേഹവും ആലോചിച്ചുകൊണ്ടുള്ള കരച്ചിൽ വരും. അള്ളാഹിനോട് ഇഷ്ടം കൂടിയിട്ട് കരയാനുള്ള ശ്രമങ്ങൾ വരും. അള്ളാഹിനോട് ഇഷ്ടം ദുആ ചെയ്യുമ്പോഴൊക്കെ കരയുക. അത് എപ്പോഴും നരകത്തെ ഓർത്തുകൊണ്ടുള്ള കരച്ചിലല്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവുമായുള്ള മാനസികമായ അടുപ്പം, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അങ്ങനെ കരയാൻ പറ്റണം നമുക്ക്. ആ കണ്ണുകൾ സൗഭാഗ്യമുള്ള കണ്ണുകളാണ്. വഅൈനുൻ കഫത്ത് അൻ മഹാരിമില്ല, അള്ളാഹു ഹറാമാണ്, നോക്കരുത്, നിങ്ങൾ കാണരുത് എന്ന് കണ്ണ് തന്ന, കാഴ്ച തന്ന അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുക. ഹറാമുകളെ തൊട്ട് കണ്ണുകളെ തടഞ്ഞു വെക്കുക, അതിന് കർട്ടനിടുക. അത് തീർച്ചയായും ഏറ്റവും വലിയ സൗഭാഗ്യക്കാരുടെ കണ്ണാണ്. ഹറാമുകൾ അവർ കാണൂല, ഹറാമുകൾ കാണൂല. ഒരു വഴിയിലൂടെ നടന്നു പോയാൽ അവരോട് കാണാൻ പാടില്ലെന്ന് പറഞ്ഞത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അവർ കണ്ണ് താഴ്ത്തിക്കളയും. കണ്ണ് താഴ്ത്തിക്കളയട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. കണ്ണ് ചിമ്മട്ടെ, കണ്ണ് താഴ്ന്നോട്ടെ, ആ നോട്ടം അവിടെ നിന്ന് പറിച്ച് മറ്റു സ്ഥലത്തേക്കായിക്കോട്ടെ, അവിടെ നിന്നുള്ള നോട്ടം അവസാനിപ്പിക്കട്ടെ. ഇത് ആണായാലും പെണ്ണായാലും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ആണ് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ഇങ്ങനെ തുറച്ചു നോക്കിയാൽ അല്ലേ, അയാളെന്താ അങ്ങനെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായ ഇറിറ്റേഷൻ ചില ആളുകൾ പറയും. എന്നാൽ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു പുരുഷനെ ശ്രദ്ധിച്ചു, അതിൽ ഒരു പിന്നെ എന്താ പറയുക, ഒരു ഗൗരവമായിട്ട് കണ്ടിട്ടില്ല. പെണ്ണിനെ അങ്ങനെ ആകാം, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെ ഒരു ശൈലിയാണ്. തീർച്ചയായിട്ടും പറ്റൂല പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും പറ്റൂല. കാണാൻ പാടില്ല, ഹറാമാണ്. നമ്മുടെ മഹറമാണ്, ബാപ്പയാണ്, ആങ്ങളെയാണ്, ഭർത്താവാണ്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ദീൻ അനുവദിച്ച് നൽകിയിരിക്കുന്ന നോട്ടത്തിൻ്റെ ഭാഗമാണ്. അതല്ലാത്ത മറ്റു നോട്ടങ്ങളിലേക്ക്, അതാണ് നമ്മുടെ റിലേഷനാണ്, നമ്മുടെ കസിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടാൽ ഒന്നു മുറിയുമോ? കസിനൊക്കെ തന്നെയാണ്. പക്ഷേ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നിയമത്തിൽ അവരുമായിട്ടുള്ള ശ്രദ്ധയില്ലാത്ത ഇടപെടൽ, സാധാരണ പോലെയുള്ള സിമ്പിളായിട്ടുള്ള ഇടപെടൽ, അത് പാടില്ല, അത് തിന്മയാണ്, പറ്റൂല എന്നാണ് പറഞ്ഞത്. കാരണം അതെല്ലാം തെറ്റിലേക്ക് വഴുതി വീഴാൻ ഉദാഹരണങ്ങൾ ആയിരക്കണക്കിന് പറയാനുണ്ടാവും. അതിലേക്ക് കടക്കണ്ട, ചുമ്മാ ചിന്തിച്ചാൽ മതിയല്ലോ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചാൽ മതിയല്ലോ. അതൊക്കെ ഗൗരവത്തിൽ മനസ്സിലാക്കുക, അതൊക്കെ ആലോചിച്ചെടുക്കുക. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു തന്ന കാഴ്ചയും സൗകര്യമാണ്, അത് ഞാൻ അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ, അത് ഫോണിലായതുകൊണ്ട് കുഴപ്പമില്ല, റിയൽസ് ഇങ്ങനെ മാന്തി ഇങ്ങനെ തോണ്ടി കാണാം. ആ ഒരു ശൈലിയിലേക്ക് നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ അതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുക. റിയൽസ് ഇങ്ങനെ കാണുക. ആ കാണുന്ന ഭർത്താവിനെയല്ല, ആ കാണുന്ന ഉപ്പയല്ല, മോനെയല്ല, ആ കാണുന്ന ഭാര്യയല്ല, ഉമ്മയല്ല, പെങ്ങളെയല്ല, അങ്ങനെ കാണുന്നതിൽ കാണാൻ പറ്റാത്തൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാണെന്ന് പറഞ്ഞത് കാണേണ്ടി വരുന്നൊരു കാഴ്ചയാണ്. ഈ കാഴ്ചയിലൂടെ ഹറാമുകളെ തൊട്ട് കണ്ണിനെ നിയന്ത്രിക്കാത്ത അവസ്ഥകൾ വന്നാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ പിശാചിൻ്റെ ഉള്ളിൽ കയറും. 2 മലക്കുകൾ ഇന്നും ബാബിലോണിയയിൽ ആകാശഭൂമികൾക്കിടയിൽ അദാബിൽ കെട്ടിത്തൂക്കിയ അവസ്ഥയിലുണ്ട്. 2 മലക്കുകൾ ഇന്നുണ്ട്. എന്താ കാരണം? ഈ പറഞ്ഞ കാരണമാണ്. കഫത്ത് അൻ മഹാരിമില്ല, അള്ളാഹു നോക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. 2 മലക്കൾ അറിയാലോ, ഹാറൂത്ത് മാറൂത്ത്. പരിശുദ്ധമായ സൂറത്തു ബഖറയുടെ സ്റ്റാർട്ടിങ് ഭാഗത്തൊക്കെ പറയുന്ന ചരിത്രമുണ്ട്. ഹാറൂത്ത് മാറൂത്ത് 2 മലക്കളെ ചരിത്രം വിശാലമാണ്, കിടക്കുന്നില്ല. അവർ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറക്കി, ഒരു പരീക്ഷണാർത്ഥം. മനുഷ്യരുടെ കോലത്തിലായിരിക്കുമ്പോൾ അവർക്ക് ഈ ഹറാമിൻ്റെ കാഴ്ചകൾ വലിയ ആനന്ദം തോന്നി, ശഹ്വത്ത് വികാരം തോന്നി. അങ്ങനെ ആ നാട്ടിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ട നോട്ടം അങ്ങോട്ടായി, ഇങ്ങോട്ട് ഫിത്നയായി, വലിയ പ്രശ്നത്തിലായി. അവർ ഖിയാമത്ത് നാൾ വരെ
പ്രിയപ്പെട്ടവരെ, അദാബിൽ കിടക്കാൻ ഭൂമിയിൽ 2 മലക്കുകൾ, ആകാശത്തിലല്ല ഭൂമിയിൽ അദാബിലാണ്, ഇന്നും അദാബിലാണ് ഖിയാമത്ത് നാൾ വരെ. എന്താ കാരണം? ഹറാമുകളെ തൊട്ട് കണ്ണിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അപ്പം അങ്ങനെ പരാജയപ്പെട്ടാൽ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പരാജയമാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ദുആ ആ വിഷയത്തിൽ സഹായിക്കണം, അള്ളാഹുവിൻ്റെ സഹായം വേണം. പിന്നെ ഹൃദയമാണല്ലോ ഈ നോട്ടത്തിന് താല്പര്യം. ഹൃദയത്തിൽ നിന്ന് ആ താല്പര്യം പോകുന്ന നിലക്ക് അള്ളാഹുമായി നമ്മൾ കണക്ഷൻ സ്ഥാപിക്കുക. പടച്ചവനുമായി കണക്ഷൻ എങ്ങനെ സാധിക്കുക? അള്ളാഹുമായി അടുത്ത ആളുകളോട് അടുക്കുക, അവരുമായി മനസ്സിൽ അടുപ്പുണ്ടാവുക, അവരുടെ സുഹബത്തുണ്ടാവുക. അപ്പോൾ നമുക്ക് അവരെ പോലെ ഒരു ഈമാനിക ചാർജ് ഉണ്ടാവും. ഹറാമുകളെ തൊട്ട് കണ്ണിനെ നമുക്ക് സൂക്ഷിക്കാൻ വളരെ എളുപ്പം സാധിക്കും. അങ്ങനെയൊക്കെ നമ്മൾ സാധിച്ചെടുക്കുക. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഹറാമുകളെ തൊട്ട് കണ്ണിനെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അള്ളാഹു നരകം അവരെ കാണിക്കില്ല. അത് ഏറ്റവും പുണ്യമാക്കപ്പെട്ട കണ്ണിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ 3 കണ്ണ് രീതിയിലുള്ള കണ്ണുള്ള ആളുകൾ സൗഭാഗ്യവാന്മാരാണ് ഈ ലോകത്തും പരലോകത്തും. മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ഇത് ആരക്കുന്നുണ്ട്. ഈ ക്ലാസ് നിലനിൽക്കാനും ഇതിൻ്റെ സന്തോഷങ്ങൾ കിട്ടുന്നതിൻ്റെയും റാഹത്ത് ഒരുപാട് നാടുകളിൽ അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ, സലാമത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കണ്ണുകൾക്ക് അള്ളാഹു നരകം കാണാതെ സ്വർഗം കാണാനുള്ള അവസ്ഥ അള്ളാഹു നൽകട്ടെ. എല്ലാ വെള്ളിയാഴ്ചയിലും സ്വർഗത്തിൽ അള്ളാഹനെ കാണാനുള്ള സൗഭാഗ്യം മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മളുടെ കണ്ണുകൾ കൊണ്ട് മരണത്തിന് മുമ്പ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പരിശുദ്ധ സ്വർഗത്തിനെ ഇതൊക്കെ നേരിട്ട് കാണാനുള്ള അത്ഭുതകരമായ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما في